മുഷേനൊക്കെ അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അടിക്കാൻ കൊണ്ടുവന്നാൽ എന്തെങ്കിലും അടിച്ചു കൊടുക്കും. പാവാട, ഷിമ്മി, നിക്കറ്, പിന്നെ ബ്ലൗസ് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ അടിക്കും. അതൊക്കെ അടിച്ച് അങ്ങനെ ചെയ്തിട്ട് 10-18 വയസ്സായി. പാടത്ത് പണിക്കൊക്കെ നടാനും പണിക്കൊക്കെ പോകാൻ തുടങ്ങി. ആടും മേയ്ക്കും, തുന്നൽ പഠിക്കാനും പോകും. ഇതൊക്കെ ചെയ്തു 19 വയസ്സായപ്പോൾ 20 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തു തമിഴ്നാട് പറഞ്ഞാൽ വാപ്പാൻ്റെ പെങ്ങളുടെ മകനാണ് മേട്ടുപ്പാളയം. അവിടേക്ക് രണ്ടാളിനെയും കൂടെ കൊടുത്തു. അവളിനെയും താത്താനെയും എന്നെയും ഏട്ടനും എനിക്ക് ഏടത്തി എനിക്കും കൊടുത്തിട്ട് എന്താ പറയണത്, 5 കൊല്ലം ഇരുന്നുള്ളൂ. ആ 5 കൊല്ലം നല്ല സുഖമായ ജീവിതമായിരുന്നു. ഇവിടെ എന്താ പറയും പോലെ ദാരിദ്ര്യമായി കഴിഞ്ഞതിനാ പോയ ഇവിടെ സമയത്തിൽ ഭക്ഷണവും വിധം ഡ്രസ്സും ഒക്കെ മതിമറന്ന് ജീവിച്ചു. 5 കൊല്ലം മതിമറന്ന് ജീവിക്കാൻ ഒരു സന്തോഷം കൊണ്ട് നല്ലതിൽ ജീവിച്ചു. അപ്പോഴാണ് ഒരു ദിവസം രാത്രി 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മകനെ പ്രസവിച്ചത്. അവനൊരു വയസ്സാകുമ്പോൾ അവിടെ ഒരു ആയോധന പ്രശ്നം ഉണ്ടായിരുന്നു. ബാബർ മസൂദ് പള്ളി പൊളിക്കലും അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൂപ്പർക്ക് പഴക്കച്ചവടമാണ്. ആപ്പിള്, മുന്തിരിങ്ങ, പൈനാപ്പിള്, പിന്നെ ചക്ക, അങ്ങനെയൊക്കെ. അതൊക്കെ കഴിഞ്ഞ് കടയൊക്കെ അടച്ചിട്ട് വരികയായിരുന്നു. വരുമ്പോൾ ഈ പള്ളി പൊളിച്ചതിൻ്റെയും പിന്നെ അമ്പലം പൊളിക്കുന്നതിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വെട്ടും കുത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൂപ്പർക്ക് വെട്ട് തട്ടിയിട്ട് മൂപ്പർ അവിടെ നിന്ന് തന്നെ പോയി. പിന്നെ ഞാൻ ഈ ഒരു മകനെയും കൊണ്ട് എന്ത് ചെയ്യും? ഇവിടേക്ക് അറിയിക്കാനും വഴിയില്ല, പോസ്റ്റ് കാലില്ല, ലൈറ്റില്ല, ഫോണുകളൊക്കെ തല്ലിപ്പൊളിച്ച് ഒന്നുമില്ല. പിന്നെ അങ്ങനെ മരിപ്പായി. അങ്ങനെ ആസ്പത്രിയിൽ നേരം ഇരുന്നു. വീട്ടുകാർ ഇവിടെ ആൾ വരെ തന്നെ വേണം, വിളിച്ച് പറയാൻ ഫോണൊന്നുമില്ല. അപ്പം ഉണ്ട്, ലാൻഡ് ഫോൺ ഉണ്ട്, അതൊക്കെ തല്ലിപ്പൊളിച്ചിരിക്കുന്നു. പിന്നെ ആളിവിടെ വന്ന് ഇവിടെ വീട്ടുകാർ വന്ന് അങ്ങോട്ട് വരുമ്പോഴേക്കും അവർ മരിപ്പ് അടക്കം ചെയ്തു. ഒന്നുമില്ല. പിന്നെ ഈ പച്ചക്കുട്ടിയും കൊണ്ട് അങ്ങനെയാണ് 40 ദിവസം അവിടെ ഇരുന്നു. പോലീസും കേസും പോലീസുകാർ വിളിച്ചിട്ട് പോക്കും. അങ്ങനെ 40 ദിവസം എല്ലാ ഭർത്താക്കന്മാരും മരിച്ചിട്ട് പെണ്ണുങ്ങളിരിക്കുന്ന പോലെയൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങലും ഈ മരിപ്പൊക്കെ ആൾക്കാർ ഓടുമ്പോൾ ഞാനും ഓടിപ്പോയി കണ്ട കാരണം അത് കാരണം വലിയ ഇതിൽ ഇങ്ങനെ നടന്നു. പിന്നെ കുറച്ചൊക്കെ കേസ് നടന്നു. 40 കഴിഞ്ഞപ്പോൾ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു വീട്ടിലേക്ക് ഉമ്മ. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞ് കേസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി. കേസിന് പോകാൻ മുതലാകണില്ല. ഒരാൾ തുണയും വേണം, ബസ്സിനും പൈസ വേണം. ഈ ചെറിയ കുട്ടിയല്ലേ ഉള്ളൂ, ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ ഇരുന്നിട്ട് പിന്നെ കേസ് വേണ്ട പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തു. പിന്നെ അങ്ങനെ ഇവിടെ വീണ്ടും പാടത്ത് പണിക്ക് ഇറങ്ങി. പഴയ ദാരിദ്ര്യം വന്ന് പണിക്ക് പോകാനും കൊയ്യാനും പണിക്കും കെട്ടുപണിക്ക് ചൂടപ്പണിക്കും ഒക്കെ പോകാൻ മകനെ വളർത്തണ്ടേ. അങ്ങനെ 2 കൊല്ലം വീട്ടിലിരുന്നു ഉമ്മാൻ്റെ കൂടെ. പിന്നെ ഇങ്ങനെ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ 4 സെൻറ്റ് സ്ഥലം വാങ്ങി അതിലൊരു ഓലപ്പര വെച്ച് കെട്ടി അതിൽ വന്നാലേ ലോണ് കിട്ടുള്ളൂ പറഞ്ഞു. കെട്ടിച്ചു കൊടുത്താലേ. പിന്നെ അതിലൊരു 4 കൊല്ലം ഇരുന്നു. പിന്നെ ഒരു ചെറുക്കന് 30,000 റുപ്യാണ് അന്ന് കാലത്ത് ലോണ്. അതും എനിക്ക് ഓരോ പൊട്ടും പൊടി ഉള്ളതൊക്കെ വിറ്റിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു വീടാക്കി. അങ്ങനെ പണിക്ക് പോയി മകനെ ഒരുമാതിരി പഠിപ്പിച്ച്. അവൻ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അവനെ പഠിപ്പിച്ച് അവനൊരു വിധമാക്കി. ഉമ്മ പണിക്ക് പോകുകയല്ലേ ഞാനും പോവുകയാണ് പറഞ്ഞാൽ അവനങ്ങനെ വർക്ക്ഷോപ്പിൽ പോകാൻ തുടങ്ങി. ഞാനേ കൊണ്ടാക്കി. എന്താ പറഞ്ഞാൽ ഇവിടെ ഓരോ പിള്ളേർ ഓരോ തരമാണ്. ഒരു പിള്ളേർ ഇലക്ട്രീഷ്യൻ പണിയാ, ഒരു പിള്ളേർ വെട്ടത്തിരിയുക. അങ്ങനെ അവരോട് കടന്ന് തിരിയേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അവനെ വർക്ക്ഷോപ്പിൽ ആദ്യം പോയി ചോദിക്കാൻ പോയി. മുതലാളിയെ കൊണ്ട് ചോദിച്ച് പിറ്റേ ദിവസം കൊണ്ടാക്കി. അവ അന്ന് തുടങ്ങി ഇന്ന് വരെ ആ വർക്ക്ഷോപ്പിൽ മാറിയിട്ടൊന്നുമില്ല. അവർ 50 റുപ്യാണ് അന്ന് കൊടുത്തത് ബസ്സിന്. പിന്നെ ബസ് വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് ബസ്സിൽ പൈസ വാങ്ങണ്ടായി. അങ്ങനെ 50 റുപ്യ എനിക്ക് കൊടുത്തരും. അങ്ങനെ ഇപ്പോൾ നിന്ന് ഇപ്പോൾ എനിക്ക് 900 റുപ്യ കൂലിയായി. അത്രേ ഉള്ളൂ. കമ്പനി പണി ആയതുകൊണ്ട് അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു വിധത്തിലെത്തി ഇരിക്കുകയാണ്.